ഒരു ദിവസം ഒരു വീഡിയോ കോളില് ഇപ്പൊ കാണുന്ന അമ്മയില്ലേ രേണുസുതി. ഹായ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹരിദാസ് A to Z വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ തരംഗമായിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ രേണുസുതി. അപ്പൊ രേണുസുതിയെ കുറിച്ച് യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും എല്ലായിടത്തും സുതിമയമാണല്ലേ. പക്ഷേ ഇപ്പൊ അത് കുറച്ചൊന്ന് ഡിം ആവാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ഇട്ടിടാന്ന് വിചാരിച്ചത്. കുറെ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, പക്ഷെ പിന്നെ വിചാരിച്ച് നമ്മുടെ ചാനലിൽ അത്തരം കണ്ടന്റ് ഒന്നും വേണ്ട എന്നൊരു തോട്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ കിച്ചുവിന്റെ ഒരു വീഡിയോ കണ്ടു. അവന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു വീഡിയോ രേണുസുതിയുടെ. അമ്മക്ക് അതും ഇതൊക്കെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നത് ഷൂട്ടിന്, ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്, അതൊന്നും അമ്മയ്ക്ക് അങ്ങനെ വലിയൊരു താല്പര്യമില്ലാത്ത സംഭവമൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ അടിക്കുണ്ടായിട്ടുണ്ട്. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു ഓക്കെ, ഇത് നിങ്ങൾ കേട്ടോ. അപ്പം ആദ്യമൊക്കെ അതായത് സുധിച്ചേട്ടൻ മരിച്ച ആ സമയത്തൊക്കെ രേണു വന്ന് രേണുവിന്റെ പുറകെയാണല്ലോ ഒട്ടുമിക്ക ചാനലുകാരും. രേണു അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു. അപ്പോൾ അവരുടെ പുറകെ പോകുമ്പോഴെല്ലാം കിച്ചുവിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുമല്ലോ. അപ്പം പറയും എൻ്റെ ഋതപ്പനെക്കാട്ടിലും എനിക്ക് ഒരുപാട് മുകളിലാണ് കിച്ചു. കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്, കിച്ചുവിന് എൻ്റെ കൈ കിട്ടിയപ്പോഴാണ് അങ്ങനെയായിരുന്നു, ഞാൻ കിച്ചുവിനെ ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ അന്നൊന്നും ആക്ച്വലി കിച്ചു പ്രതികരിച്ചിട്ടില്ല. കിച്ചു അവർക്ക് അവരുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇപ്പോഴാണ് അവനൊരു ലൈഫ് സ്റ്റോറിയൊക്കെ ഇട്ട് അവൻ ഒരു മൊത്തത്തിൽ അങ്ങ് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവൻ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചോറ് കഴിക്കുന്നവർക്ക്, അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അവൻ പറഞ്ഞേക്കുന്നത്. രേണു എന്ന് പറയുന്ന ആളോട് എനിക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവരെ അത്രയും നമ്മളങ്ങ് എന്താ പറയണ്ടേ, ഒരു സൈബർ അറ്റാക്ക് നടത്തേണ്ട കാര്യമില്ല, അത്രയും അങ്ങ് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവർ വീട്ടുകാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ പാട് നോക്കി പോട്ടെ, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ട് ആ ഒരു റെസ്പെക്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആ കുട്ടിയുടെ കിച്ചുവിന്റെ വീഡിയോ കണ്ടപ്പോൾ അതെല്ലാം തകർന്നു ഗൈസ്. ആ കുട്ടി അത്രയും ചെറുപ്രായത്തിൽ തന്നെ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണല്ലേ. കാരണം അന്ന് അവരൊരു സ്നേഹം, കുറച്ചൊരു അമ്മയുടെ സ്നേഹമോ കരുതലോ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമായിരുന്നു. ഇല്ല, ആരിൽ നിന്നും ഒരു സപ്പോർട്ട് ഉണ്ടാവാതെ ഭയങ്കര കഷ്ടം തോന്നുന്നുണ്ട്. വേറെ ആടുത്ത് ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവരുടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവമാണ് ഇവരുടെയൊക്കെ. ഇവിടെ അവിടെ ജോലിക്ക് പോത്തില്ല. അതിന് എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. ഇപ്പൊ പറയാനൊക്കെ തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇപ്പൊ അവര് ചെയ്യുന്നത് എന്താ, സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങി. ആദ്യമൊക്കെ ഒരു മര്യാദയുടെ രീതിയിൽ ആയിരുന്നു, ചെറിയ ചെറിയ ആൽബങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്നു. പിന്നെ അഭിനയിക്കാൻ അറിയത്തില്ലെന്നൊക്കെ ഉള്ള രീതിയിൽ ട്രോളുകൾ വന്നെങ്കിലും ആൽബം ഒക്കെ ചെയ്ത് അവർ അവരുടെ ജീവിതമാർഗ്ഗം നോക്കിപ്പോയിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ച് ഓവറായി അല്ലേ. സബ്സ്ക്രിപ്ഷനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങി. ഒരു അമ്മ എന്ന നിലയിൽ, അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്ന് പറയാൻ വേണ്ടിയിട്ട് കിച്ചുവിനത് നാണക്കേടായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അവന് കുറച്ചുകൂടെ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. അവൻ ഓപ്പൺ ആയിട്ട് എല്ലാം സംസാരിക്കാൻ തുടങ്ങി. തോന്നി ഇങ്ങനത്തെ കാര്യങ്ങൾ എന്റെ ലൈഫ് സ്റ്റോറി എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് ചിലവർക്ക് എന്നോട് എന്താണ് ഒരു ഇഷ്ടമൊക്കെ കുറയാൻ പോവാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ എന്താവും അറിയത്തില്ല. അങ്ങോട്ട് എന്തായാലും നോക്കാം. ഇപ്പൊ ഓക്കെയാണ്. അവൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുമില്ല എന്നാ അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ പറയുകയും ചെയ്തിട്ടുണ്ട്. സത്യം, അവൻ ഇനി നല്ലതേ വരത്തുള്ളൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും രേണുസുതിയുടെ ഒരു സപ്പോർട്ടിന് അവൻ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ പ്രാർത്ഥന, അവനെ സ്നേഹിക്കുന്ന, സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ അവനുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥന എന്തായാലും അവനുണ്ടായിരിക്കും.